ഇതിന്റെ ബാറ്ററി കണക്ടർ ഡാമേജ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഫോൺ അടിയിലാണ് വന്നിരുന്നത്. സോ അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ബാറ്ററി കണക്ടർ ഡാമേജ് ആയിട്ടാണുള്ളത്. സോ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കി നോക്കാം. ആദ്യം നമ്മളെ ബാറ്ററി കണക്ടർ നമ്മൾ പുതിയ ഫ്ലെക്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കി എടുക്കുക. പുതിയ ലെഡും പുതിയ ഫ്ലെക്സ് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് വൃത്തിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. സോ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഷോർട്ട് ആവരുത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ PPD യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ലെഡ് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് സർവീസ് ചെയ്തെടുക്കുക എളുപ്പം PPD ആണ്. ഇതിന് മുന്നേ ഒരു ഓൺ ഓഫ് ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അതേ മെത്തേഡിനാണ് ഇതിൽ വരുന്നത്. ലെഡ് നമ്മൾ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഫ്ലെക്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കണക്ടറിന്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെറിയ രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക. അയൺ ഏകദേശം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് വരെ നമുക്കൊന്ന് പിടിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ സ്വിച്ച് ചെയ്ത പോലെ അത്ര പെട്ടെന്ന് ചിലപ്പോൾ മെൽറ്റ് ആവണമെന്നില്ല. നമ്മൾ ലെഡ് മെൽറ്റ് ആയി കാണുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ടൂസിൽ പോയി ചെറിയൊരു പുഷ് കൊടുക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. നമ്മൾ അയണിൽ 350 ഹീറ്റാണ് സെറ്റ് ചെയ്തിരുന്നത്. അതേപോലെ നമ്മൾ യൂസ് ചെയ്ത PPD മെക്കാനിക്കിന് 93 PPD ആണ്. PPD നിങ്ങൾക്ക് ബെറ്റർ ആയി തോന്നുന്നത് ഏത് യൂസ് ചെയ്യാം. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനെ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.